നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിലിപ്പെ കുട്ടീഞ്ഞോ അദ്ദേഹത്തിൻ്റെ നിലവിലെ ക്ലബ്ബായ വാസ്കോ ഡി ഗാമയിൽ നിന്ന് കോൺട്രാക്റ്റ് ടെർമിനേഷൻ വാങ്ങിച്ച് ഇപ്പോൾ ഒഫീഷ്യലി ഫ്രീ ഏജൻ്റായിട്ട് നിൽക്കുകയാണ്. ഏത് ക്ലബിന് വേണമെങ്കിലും അദ്ദേഹത്തെ കൊത്തിക്കൊണ്ടു പോകാം. അത്ര മികച്ച ഫോമിലൊന്നുമല്ല. വലിയ ക്രിറ്റിസിസങ്ങളും വലിയ വിമർശനങ്ങളുമൊക്കെ ഏറ്റുവാങ്ങി മനസ്സ് മടുത്താണ് അദ്ദേഹം കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോഴാണ് ചില സജഷൻസ് ഉയർന്നു വരുന്നത്, ചില റൂമറുകളും വരുന്നത്. MLS അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി ചില ക്ലബ്ബുകൾ ശ്രമിക്കുന്നു എന്നതൊരു ഭാഗത്തുണ്ട്. അതുകൂടാതെ TNT സ്പോർട്സ് ബ്രസീൽ ഒരു സൂചന നൽകുന്നു, നെയ്മറും കുട്ടീഞ്ഞോയും ഒരുമിച്ച് സാൻഡോസിൽ. അതൊരു വല്ലാത്ത ഡിയോ ആയിരിക്കും. മുൻകാലങ്ങളിൽ നമ്മൾ ബ്രസീലിയൻ ദേശീയ ടീമിലും ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ യൂത്ത് സിസ്റ്റത്തിലൊക്കെ ഒരുമിച്ച് കണ്ടിട്ടുള്ള രണ്ട് പേര്, ഏതാണ്ട് സമപ്രായക്കാരായിട്ടുള്ള കളിക്കാർ, അവരിപ്പോൾ യൂറോപ്പിലെ കളിയൊക്കെ കഴിഞ്ഞ് സ്വന്തം നാട്ടിലെത്തി നിൽക്കുമ്പോൾ ഇവിടെ ഒരുമിച്ചൊരു കളി ഇനി കളിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. TNT സ്പോർട്സ് ബ്രസീൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. വേണമെങ്കിൽ സാൻഡോസിന് അദ്ദേഹത്തെ എത്തിക്കാവുന്നതാണ്. ടീമിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റിനായിട്ട് അതിന് ശ്രമിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഇത്തരമൊരു സ്പെക്കുലേഷൻ വരാനുള്ള കാരണം നെയ്മറുടെ പ്രതികരണമാണ്. അതായത് ഫിലിപ്പെ കുട്ടീഞ്ഞോ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആരാധകരോട് ചില മെസ്സേജ് പങ്കുവച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, ഞാൻ മെൻ്റലി വല്ലാതെ എക്സോസ്റ്റഡ് ആയിപ്പോയി. ഞാൻ എല്ലായ്പ്പോഴും വളരെ റിസേർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. സോ ഇതിവിടെ വന്ന് പറയുക എന്നുള്ളത് എനിക്കത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞേ പറ്റൂ. വാസ്കോയുമായിട്ടുള്ള എൻ്റെ ലവ് സ്റ്റോറി അതൊരു നീണ്ട കാലത്തെ തന്നെയാണ്, അത് തുടരും. അതേസമയം ഞാനിവിടം വിട്ടുപോകുന്നത് വളരെ ഹൃദയഭാരത്തോടു കൂടിയാണ്. പക്ഷേ ഈ മൊമെൻറ്റിൽ ഞാനൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യേണ്ടതുണ്ട്. വാസ്കോയിൽ എൻ്റെ ഈ സൈക്കിളിൽ നിന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇവിടെ എനിക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ്, എന്നും കടപ്പാടുള്ളവനായിരിക്കും. വാസ്കോയെ എൻ്റെ കൂടെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കും. ഇൻ മൈ ഹാർട്ട്, ഇൻ ഹിസ്റ്ററി, ഇൻ ലൈഫ് എന്നൊക്കെ വളരെ വികാരഭരിതനായി അദ്ദേഹം പറഞ്ഞപ്പോൾ പിന്നാലെ വന്നു നെയ്മർ ജൂനിയറുടെ പ്രതികരണം. നെയ്മർ അദ്ദേഹത്തിന് മറുപടിയായിട്ട് പറഞ്ഞു, നിൻ്റെ തല ഉയർത്തി നീ മുന്നോട്ട് പോവുക എൻ്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെ ബ്രദർ, എൻ്റെ സഹോദര, നീ തല ഉയർത്തി മുന്നോട്ട് പോവുക, ഞാൻ എല്ലായ്പ്പോഴും നിന്നോട് കൂടെയുണ്ട് എന്നാണ് നെയ്മർ ജൂനിയറുടെ ആ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇതിൽ നിന്നാണ് ഇപ്പോൾ ഒരു സ്പെക്കുലേഷൻ വരുന്നത്. ഇത് സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.